ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മല്ലിയിലയും കറിവേപ്പിലേക്ക് നിങ്ങൾ ഇങ്ങനെയാണോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ മല്ലിയിലയൊക്കെ കൊണ്ടുവന്നുമ്പോൾ അതിൻ്റെ അറ്റത്തെ ഭാഗം ഉണ്ടല്ലോ, മണ്ണൊക്കെ ചേർന്നിരിക്കുന്ന ആ ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് നല്ല മണ്ണ് കാണും ഇതിനകത്തൊക്കെ. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ഒരു ടവലിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് വിരിച്ചിട്ടിരുന്നാൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കിന് ആ വെള്ളമെല്ലാം അങ്ങ് തോരുമേ. അപ്പോൾ അതിനുശേഷം ദേ ഫ്രിഡ്ജിൽ വെക്കാൻ ചെറിയൊരു പാത്രം എടുക്കുക, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് എടുത്തിട്ടാൽ മതി, ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം ആ സമയത്ത് വരുന്നില്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ തോന്നേ ആയതുകൊണ്ട് ഇനി അടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ, നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പില ആണെങ്കിലേ അതിലൊക്കെ നല്ല മണ്ണ് കാണും. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളം തോരാനൊക്കെ വെച്ചിട്ട് നമ്മൾ തണ്ടൊന്നും കളഞ്ഞ് കണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ തണ്ടോട് കൂടി എടുത്ത് സൂക്ഷിക്കുന്ന കാര്യം, കറിവേപ്പില കടുവൊക്കെ വറുക്കുമ്പോൾ തണ്ടും കൂടി പൊട്ടിച്ചിടുമല്ലോ, അതുകൊണ്ട് ഞാൻ തണ്ട് ഊരാതെ ഇങ്ങനെ അങ്ങ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളമൊന്നും ഇല്ലാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമൊക്കെ ഇരിക്കും കേട്ടോ.